ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ പഴമയുടെ രുചിയുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ്. ഇതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചുവട് കട്ടിയുള്ള ചീനച്ചട്ടിയാണ് കേട്ടോ. ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഇതിലേക്ക് ഒരു 10 ചുവന്നുള്ളി അരിഞ്ഞതും ഒരു 4 പച്ചമുളക് കീറിയതും ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം പോണ വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് വഴറ്റിയെടുത്താൽ ശരിയാവും. മിനിറ്റ് അല്ല കേട്ടോ, 2 സെക്കൻഡ്. ഇനി ഇതിലേക്ക് ഞാൻ കഞ്ഞിവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് കഞ്ഞിവെള്ളത്തിൻ്റെ തെളിഭാഗം കളഞ്ഞ ശേഷം അടിയിൽ ഊറിയിട്ടുണ്ടാവണ ആ കട്ടിയുള്ള ഭാഗമില്ലേ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പിടി മുരിങ്ങയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതൊരു എന്താ പറയുക, 2-3 മിനിറ്റ് തിളപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് വെന്ത് വരും കേട്ടോ. ഇലയ്ക്ക് അധികം വേവില്ലല്ലോ, അപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വരും. അതൊന്ന് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ മുരിങ്ങയില നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇല വേഗം വെന്ത് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് നേരം തിളച്ചാൽ തന്നെ ഇല വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല എന്ത് രസമാണെന്നറിയോ, ഇത് മലപ്പുറത്തുകാരുടെ സ്വന്തം കറിയായ ഇലത്താളിപ്പാണ് കേട്ടോ. ഇത് മലപ്പുറത്ത് മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്, ഞങ്ങളും ഇതുണ്ടാക്കും. ഞാൻ ചെറുപ്പത്തിലൊക്കെ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.